അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്ദാർ. ഈ ഒരു പൊന്നുമോന്റെ പേര് യാസിർ എന്നുള്ളതാണ്. ഇവൻ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ വെട്ടത്തൂരിലാണ് ഇവന്റെ വീട്. 19 വയസ്സുള്ള ഒരു ചെറുക്കനാണ്. ഇവന് ഇന്ന് ജീവനോടല്ല. ഈ പൊന്നുമോൻ ഇന്ന് ജീവനോടല്ല. ജീവനോട് ഇല്ലാതാവാൻ കാരണം എന്താ വെച്ചാൽ ഇവനൊരു മൊബൈൽ ഷോപ്പിൽ ജോലിക്കാരനായിരുന്നു. അങ്ങനെ ആ കടയിൽ നിന്ന് ഒരു മൊബൈൽ ഫോണ് കാണാതായി, മോഷണം പോയി. ആ മോഷണം പോയൊരു ഉത്തരവാദിത്വം ഇവനാണെന്നാണ് എല്ലാവരും പ്രചരിപ്പിച്ചത്. അങ്ങനെ ഇവന്റെ കടയുടമ ഇവനെ മർദ്ദിച്ചു എന്നൊക്കെ പറയുന്നത്. കടയിൽ വെച്ച് മർദ്ദിച്ചതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവനെ എടവണ്ണപ്പാറയിൽ നിന്ന് ഇവന്റെ ബൈക്ക് തടഞ്ഞു നിർത്തി ഇവനെ വീണ്ടും മർദ്ദിച്ചു. ആരൊക്കെയോ ചേർന്ന് ഇവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ് മർദ്ദിച്ചത്. മർദ്ദിച്ച് ഇവന്റെ ബൈക്ക് പിടിച്ചെടുത്തു, ഇവന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. അങ്ങനെ ഇവനാകെ തകർന്നു പോയി, മാനസികമായിട്ട് തകർന്നു. 19 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ തകർന്നിട്ട് ഇവൻ മോഷ്ടാവാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവൻ്റെ വീഡിയോ ഒക്കെ പ്രചരിപ്പിച്ചു. അങ്ങനെ മനന്നൊന്ന് ഫോണ് പോയി, ബൈക്ക് പോയി, മാനം പോയി, ആകെ തകർന്നിട്ടാണ് വെറും 19 വയസ്സല്ല, കൗമാരം വിട്ട് മാറുന്നേ ഉള്ളൂ. ആ പൊന്നുമോനെ ഭൂമിയിൽ നിന്നേ അപ്രത്യക്ഷനായി സ്വയം അങ്ങോട്ട് ജീവനൊടുക്കി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, പ്രാർത്ഥിക്കാം. ഇനി ഒരു മോഷണം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഒരു മൊബൈൽ ഫോണോ ഒരു ഐഫോണോ മറ്റെന്ത് ഫോണോ ആവട്ടെ, അത് പോയി, അത് ആരെങ്കിലും മോഷ്ടിച്ചെടുത്തു വിചാരിക്കാം, തെളിവുണ്ട്, ഓൻ തന്നെ എടുത്തത് തെളിവുണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ഉണ്ടോ? ഇപ്പൊ ആ വാപ്പാക്ക് ഉമ്മാക്ക് ആ പൊന്നുമോനെ തിരിച്ചു കൊടുക്കാൻ കഴിയോ? ഇനി അവനാണ് എടുത്തുള്ള തെളിവുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേഷനിൽ പരാതി കൊടുത്തൂടെ? 19 വയസ്സ് വരെ നോക്കിയുണ്ടാക്കിയ ഒരു മോന് ഒരു സുപ്രഭാതത്തിൽ ഇത്തരം ഒരു കാരണത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയോ? അവനവന്റെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു വിഷമം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ പ്രശ്നത്തിന് പരിഹാരം കാണല്ലേ ശ്രമിക്കേണ്ടത്. വീട്ടുകാർ ഇതിനെതിരെ നിയമപരമായിട്ട് പോലീസിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പോലീസ് ആ കടയൊക്കെ പൂട്ടി, കടകൾ തുറക്കണ്ടെന്ന് പറഞ്ഞേക്കാണ്. നമ്മുടെ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. എന്തായാലും നമ്മളെ പ്രാർത്ഥിക്കുക പൊന്നുമോന്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു പേഴ്സണൽ ഇത് ഞാൻ പറയാം, ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ മൊബൈൽ ഷോപ്പ് ഉണ്ട്. ആ മൊബൈൽ ഷോപ്പിൽ അവനും അവൻ്റെ ഒരു സുഹൃത്തും പാർട്ണറാണ്. പാർട്ണറായ സുഹൃത്ത് എന്ത് ചെയ്യലില്ല, അങ്ങനെ കടയുണ്ടാവില്ല, ഓൻ ഗൾഫിലാണ്. അപ്പോൾ മറ്റേ പാർട്ണറാണ് എപ്പോഴും കടയിലുണ്ടാവുക. അങ്ങനെ ഈ ഗൾഫിലുള്ള പാർട്ണറുടെ ഒരു അകന്ന ബന്ധു ആ കടയിൽ തൊഴിലിന് വന്നു. ഓനക്ക് തൊഴിലൊന്നും അറിയില്ല, പക്ഷേ പാർട്ണറുടെ ബന്ധു ആയതുകൊണ്ട് തൽക്കാലം നിർത്തി, ചെറിയൊരു ശമ്പളമുണ്ട്. അങ്ങനെ ആദ്യമൊക്കെ ഇവന് ഈ കടയിൽ നിന്ന് ഇങ്ങനെ കാശ് എടുക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലായിരുന്നില്ല ഇവനക്ക്. അങ്ങനെ ഇപ്പോൾ CCTV ഒക്കെ ഉണ്ടല്ലോ, ഒരു CCTV ഉണ്ടെങ്കിലും ഇവന് പലപ്പോഴും തന്ത്രപരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാശ് അടിച്ചു മാറ്റുന്നത്. പക്ഷെ ഇവനക്ക് എങ്ങനെയാണത് ഈ ഒരു ഷെയർ ഹോൾഡറിനോട് പറയുക? അവൻ്റെ സുഹൃത്താണത് പറഞ്ഞാൽ അവൻ്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇവൻ അവിടെ നിന്ന് ഒരു ഐഫോൺ മോഷ്ടിച്ചു. ഈ ഐഫോൺ മോഷ്ടിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ മോഷ്ടിച്ചാൽ പിടിക്കപ്പെടുന്നുള്ള ഒരു ബോധം പോലും ഈ ഒരു ചങ്ങായിക്കില്ല. എന്നിട്ട് നേരെ എന്ത് ചെയ്തു, അവൻ ആ ഫ്രണ്ടിന്, ഗൾഫിലുള്ള ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഈ ആക്കി എൻ്റെ ഒറ്റ റിസ്കിലാണ് അവനെ ആക്കിയിട്ടുള്ളത്, അവനിങ്ങനെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടത്? അവനവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നല്ല പടപടച്ചോ, എന്തെങ്കിലും കാണിച്ച് കയ്യും കാലം അടിച്ചു കൊടുത്താലും കുഴപ്പമില്ല, ഓനെ ഞാൻ കടയെ കയറ്റേണ്ടതാണ്. പക്ഷേ ഈ ഒരു കടയുടമയായ എൻ്റെ സുഹൃത്ത് ചെയ്ത കാര്യം എന്താരോ, ഓനെ അടിച്ചത് കൊണ്ട് മൊബൈൽ ഫോൺ കിട്ടുമോ? ഒരു ശത്രുത കൂട്ടി വെക്കുക. അവൻ നാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ, അവൻ വല്ല കയ്യബദ്ധം കാണിച്ചാൽ അതിൻ്റെ കണ്ണീരും കൂടി കാണണ്ടേ? അപ്പോൾ എന്നോടടക്കം ഡിസ്കസ് ചെയ്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ട് സാറേ, എന്താ നമ്മളിനി ചെയ്യാന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, തെളിവുകളുണ്ടോ എന്ന് വെച്ചു. അവൻ എടുക്കുന്നതിന് നേരിട്ട് തെളിവുകളൊന്നുമില്ല, പക്ഷെ നമുക്ക് അവനെ സംശയിക്കാവുന്ന കുറേ റീസൺസ് ഉണ്ട് എന്ന് പറഞ്ഞു. കാര്യം അവൻ്റെ കയ്യോടെ അവൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. വളരെ ഗൗരവത്തിൽ തന്നെ, നാളെ ഒന്ന് കടലിൽ വരണ്ടാന്നല്ല, 1 മാസം സമയം തരും. ആ 1 മാസം സമയം കൊണ്ട് ഇതിന് പരിഹാരം കാണണം, ഇതിൻ്റെ നഷ്ടപരിഹാരം വേണം. ഇത് നിങ്ങളുടെ കുടുംബക്കാരനായ നമ്മുടെ കടയുടെ പാർട്ണറോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി കടയിലേക്ക് വരണം. യാതൊരു വിരോധവും വിദ്വേഷവും ഒന്നും, വളരെ മാന്യമായിട്ട് ആ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ വീട്ടുകാരും റൈസാവണില്ല. കാരണം നമ്മൾ അങ്ങോട്ട് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ പിഴവുകൾ മനസ്സിലായി. അവർ പറഞ്ഞു, പൊന്നുമോനെ 1 മാസം കൊണ്ടൊന്നും അത്രയും വലിയ തുക ഉണ്ടാക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല, ഒരു 2 മാസം സമയം താഴെ, ഞങ്ങളതിന് പരിഹാരം കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അതിന് പരിഹാരം കണ്ടു, അവർ കാശ് തന്നു. അങ്ങനെ ഇവനാണ് കടയിൽ നിന്ന് എടുക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാലോ. ഞാൻ ആ ഒരു പൊന്നുമോൻ ഇങ്ങനെ ആലോചിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ പല കുട്ടികളും 10ാം ക്ലാസ് കഴിഞ്ഞാൽ, +2 കഴിഞ്ഞാൽ പല കടകളിലൊക്കെ ജോലിക്ക് നിൽക്കലുണ്ട്. ആ ജോലിക്ക് നിൽക്കുന്ന ഒരു പാർട്ട് ടൈം ജോബായിട്ടാണ്. അതിനിടയിൽ അവരുടെ ഒരു പ്രായത്തിൻ്റെ അപക്വത കൊണ്ട് വല്ല സാധനങ്ങൾ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി വളരെ പ്രധാനമാണ്. ഒരു വീട്ടിൻ്റെ തൊഴിലിൽ നിൽക്കുന്ന, ഒരു വീട്ടുപണിക്ക് നിൽക്കുന്ന ഒരു സ്ത്രീ, ആ വീട്ടിൽ നിന്നൊരു ദിവസം ഒരു അത്യാവശ്യം ഒരു 1-2 പവൻ്റെ ഒരു സ്വർണ്ണാഭരണം കാണാൻ വലിയ സമ്പന്നരായ വീട്ടുകാർ, സ്വാഭാവികമായിട്ടും വീട്ടിൽ പണിക്ക് വന്ന സ്ത്രീനെ എന്ത് ചെയ്യും, സംശയിക്കും. അവർ പോലീസിൽ നേരെ പരാതി കൊടുത്തു. പോലീസിൽ പരാതി കൊടുത്തിട്ട് ഈ പരാതി രേഖാമൂലം തയ്യാറാക്കുന്നതിന് മുമ്പ് പോലീസുകാർ, ഈ പണക്കാരായ വീട്ടുകാരാണല്ലോ ഈ പരാതിയായിട്ട് FIR എഴുതിയിട്ടില്ല, അതിന് മുൻപ് തന്നെ വിളിച്ചിട്ട് വളരെ മോശം സമീപനം. അവർ കരഞ്ഞോണ്ട് പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല, ഞങ്ങൾ പാവങ്ങളാണെന്ന് കരുതിയിട്ട്
പണക്കാരെ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നവരാണെന്ന് ആര് പറഞ്ഞു? അവർക്കൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ നിർത്തിച്ചു, വളരെ രൂക്ഷമായി പ്രതികരിച്ചു. പിന്നീട് ഇവർ പരാതി കൊടുത്തു, ഇല്ലാത്ത കേസിൽ ഞങ്ങളെ പിടിച്ച് അകത്തിടാൻ പോവാണ്. ഒടുവിൽ നോക്കുമ്പോൾ ആ വീട്ടില് സോഫന്റെ ഇടയിൽ, ഈ സോഫന്റെ ഇങ്ങനെ ഓരോരോ സീറ്റുകളുടെ ഇടയിലേക്ക് ഈ സ്വർണം വീണുപോയ കൈന്റെ കൈച്ചേന്റെ ഉള്ളിലേക്ക് വീണുപോയതാണ്. ഇത് ഇവര് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പരാതികൾ ഒരു തെളിവും ഇല്ലാതെ അത് പത്രത്തിൽ വാർത്ത വന്നു, മോഷ്ടാവായിട്ട് വന്നു. അവർ ആത്മഹത്യ ചെയ്യാത്തത് കൊണ്ട് മാത്രം എന്ത് ചെയ്തു? ജീവനോടെ നിന്നു. 1 ലക്ഷം. ഇത് ഈ 19 വയസ്സുള്ള കൗമാരക്കാരനായി പൊന്നുമോൻക്ക് ജീവിതത്തിന് അർത്ഥവും അനർത്ഥവും തിരിച്ചറിയാത്തൊരു കാലം. കുട്ടികളുടെ വലിയ ഡ്രീം അല്ലേ ഒരു ബുള്ളറ്റ് ഉണ്ടാവുക, ഒരു മൊബൈൽ ഉണ്ടാവുക, ഒരു ഐഫോൺ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ ഒരു ഡ്രീമുള്ള കുട്ടികളാണ്. അവർക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടാവാത്ത രീതിയിലല്ലേ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത്. അതിനാണ് നമ്മൾ മുതിർന്നവരുള്ളത്. എന്തായാലും ആ കടയുടമ ചെയ്തൊരു രീതിയോട് നമുക്ക് ഒരിക്കലും അനുകൂലിക്കാവുന്ന ഒരു കാര്യമില്ല. അവൻ മോഷ്ടിച്ചു തെളിവുകൾ പോലും ഇല്ല. അവനാണ് മോഷ്ടിച്ചതിന് യാതൊരു തെളിവുമില്ല. ഈ തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ഒരിക്കലും ഇതായിരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ വേദനയായി. നമ്മുടെ കടയിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ നമ്മുടെ കീഴിലോ ഇങ്ങനെ വല്ല മോഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി ഒരു പ്രധാനമാണ്. അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ടീച്ചർ കാശ് അടിച്ചു മാറ്റും. ടീച്ചർ കാശ് അടിച്ചു മാറ്റാൻ രസമുണ്ട്. ടീച്ചർമാരുടെ കാശ് മാത്രമാണ് ഈ പോവുക. അതായത് ടീച്ചർമാരുടെ ബാഗ് ഇങ്ങനെ ടേബിളിൽ വെച്ചിട്ടുണ്ടാവും സ്റ്റാഫ് റൂമിൽ. അപ്പൊ അതിൽ നിന്ന് ടീച്ചർമാർ 500 രൂപ, 200 രൂപ, 100 രൂപ, 50 രൂപ ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ അവിടെ ജെൻ സ്റ്റാഫ് കുറവാണ്. ആ കാരണം 4 ജെൻ സ്റ്റാഫാണുള്ളത്. അപ്പൊ ടീച്ചർമാർ എന്നോട് മാഷേ ഇങ്ങനെ ഒരു കാശ് പോയിട്ടുണ്ട്. അപ്പോൾ ജെൻ സ്റ്റാഫിന്റെ കാശ് പോണില്ല. കാരണം പുരുഷന്മാരായ അധ്യാപകരൊക്കെ ഒന്നുകിൽ കീശയിൽ കാശ് വെക്കുന്നു, അല്ലെങ്കിൽ പേഴ്സിൽ, എന്താ അവരുടെ ബോഡിയിലാണുള്ളത്. ഈ ഒരു ബാഗിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെക്കുന്ന ബാഗിൽ കാശ് വെക്കുന്ന ആരാണ്? സ്ത്രീകൾ. അപ്പൊ ആ കാശ് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ടീച്ചറാണ് മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഏത് ടീച്ചറാണെന്ന് നമുക്ക് ഇങ്ങനെ സംശയിക്കാൻ പറ്റുക? ഈ മോഷണം പോയി എന്ന് പറയുന്ന പരാതി പറയുമ്പോൾ എല്ലാ ടീച്ചർമാരും പ്രസന്റ് ആണ്, എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഐഡിയ ഒപ്പിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു ചെറിയ അസ്മാന്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത് അവരോടൊക്കെ നമ്മൾ പറയലുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തിട്ട് ഇതുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു സാധനം, ഞാൻ വെറുതെ ഒരു കടലാസിനെ കുറച്ച് അറബിയുടെ അതൊക്കെ എഴുതിച്ചിട്ട് അവിടെ ഒട്ടിച്ചു വെച്ചു, അവിടെ സ്റ്റാഫ് റൂമിൽ ഒട്ടിച്ചു വെച്ചു. ഇനി ആരാണ് മോഷണം നടത്തുന്നെങ്കിൽ അത് പൊളിയും. അവന്റെ കയ്യും കാലും പൊള്ളിയിട്ട് ഇവിടെ കിടന്ന് അലറി നിലവിളിക്കുന്നവർ. അങ്ങനെ അപ്പൊ ഞാനത് ഇതിന് പോകുന്ന ഒരാളാണെന്ന് അറിയുന്നത് കൊണ്ട് പിന്നെ മോഷണമില്ല, പിന്നെ ഈ മോഷണം നടന്നിട്ടില്ല. കാരണം ഇത് പേടിയാണ് ഈ സാധനം. അപ്പൊ ഒക്കെ മനസ്സിലായി അവിടെ ഉള്ള ആരോ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത്. പിന്നീട് സ്വാഭാവികമായിട്ട് അവിടെ പെയിന്റ് അടിച്ചപ്പോൾ ആ സാധനങ്ങളൊക്കെ പോയി. പിന്നീട് സ്റ്റാഫ് റൂം ഒക്കെ മാറ്റി, സ്റ്റാഫ് റൂം ഒന്നൊരു ഫസ്റ്റ് ഫ്ലോറിൽ, മറ്റൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ, ഇങ്ങനെയൊക്കെ സ്റ്റാഫ് റൂമിന് മാറ്റം വരുത്തിയപ്പോൾ വീണ്ടും ഈ മോഷണം നടന്നു. അപ്പൊ ആ ടീച്ചർ, പെർട്ടിക്കുലർ സംശയിക്കപ്പെടുന്ന ടീച്ചർ എവിടെയുണ്ടോ അവിടെയാണ് ഈ മോഷണം നടക്കുന്നത്. ഞാൻ ഒരു ദിവസം ടീച്ചറോട് കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ല, അവർ മോഷ്ടാവൊന്നും പറഞ്ഞില്ല. ചില മോഷ്ടാക്കളുടെ സ്വഭാവം ചില അസുഖമാണ്, അത് മാറ്റണം എന്ന രീതിയിൽ ടീച്ചർക്ക് ഒരു നല്ല കൗൺസിലിംഗ് പറയാൻ പറ്റൂല പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചർ മോഷ്ടാവാണെന്നോ ഈ പിന്നെ കാശ് പോകുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വേറെ എവിടെയൊക്കെയുള്ള ചില മോഷണങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. ആ മോഷണം അവിടെ നിർത്തി. ഇതിപ്പോൾ നമ്മളൊരാൾ ടീച്ചറെ കുറ്റപ്പെടുത്തിയിട്ട് ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിച്ചാൽ ആ പാപഭാരം, ആ കുട്ടികൾ പട്ടിണിയിലാവാൻ നമ്മൾ കാരണക്കാരനാവില്ലേ? ഒരു വിഷയത്തിനെ കൈകാര്യം ചെയ്യുന്ന രീതി പോലെയാണ് അതിൻ്റെ വിജയവും പരാജയവും. ഇപ്പൊ ആ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മൊബൈൽ ഇപ്പൊ ഒരു 10 പറമ്പ് വിറ്റിട്ട് നിങ്ങൾക്ക് ഒരു 50 ഐഫോൺ മേടിച്ചിട്ട് വിചാരിച്ചോ, ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമോ? അതൊരു വലിയ സങ്കടമല്ലേ? അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതി മോശമായി പോയി. എന്തായാലും ആ മൊബൈൽ ഫോൺ കടയുടമകൾ ചെയ്ത രീതി വളരെ ക്രൂരമാണ്. ആ കുഞ്ഞിന്, ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടു, ഒരുപാട് പേര് ജയിച്ചു. ചില പരാജയങ്ങൾ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കലുണ്ട്. അത് വ്യക്തി താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ ഒക്കെ ആവാം. നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരാളുടെ പരാജയം സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ചില ആളുകൾ തോറ്റയിൽ സന്തോഷം ഉണ്ടെങ്കിൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി തോറ്റതിൽ സന്തോഷം ഉണ്ടെങ്കിൽ അത് ഏത് സ്ഥാനാർത്ഥിയാണെന്ന് പങ്കുവെക്കാം. അപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലർ, അത് രാഷ്ട്രീയം കൊണ്ടുള്ള സന്തോഷമാവാം, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ടാവാം, ഇത് സ്ഥാനാർത്ഥി തോറ്റതിൽ സന്തോഷം. അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു തോൽവി ഉണ്ടായ ഒരു സ്ഥാനാർത്ഥി ആരാണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരവാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്.